ഹായ് ഓൾ, BB ആൻഡ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 2021 മുതൽ 24 വരെ PSC ചോദിച്ച 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഏകദേശം 1000ഓളം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇത് സെക്കൻഡ് പാർട്ടാണ്. GK പാർട്ടിൽ നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുമ്പായിട്ടൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കിക്കേ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏത്? ടെന്നീസ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആരോഗ്യ സേതു ആണ്. COVID-19 ബന്ധപ്പെട്ട് കേരള സർക്കാർ പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആരോഗ്യ സേതു ആണ്. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം 1951. നെഹ്റു സർക്കാരാണ്. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം 1951. കെ-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനമെന്ന ലക്ഷ്യത്തോടെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കെ-ഫോൺ. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. മീശ എന്ന നോവൽ രചിച്ചതാര്? എസ് ഹരീഷ്. മീശ എന്ന നോവൽ രചിച്ചതാരാണ്? എസ് ഹരീഷാണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച സംരംഭം ഏതാണ്? മലയാളം മിഷൻ. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജ്ജം ഇരട്ടിയാകുന്നു. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജ്ജം ഇരട്ടിയാകുന്നു. ജലത്തിൻ്റെ ഏറ്റവും സാന്ദ്രത കൂടുതൽ എപ്പോഴാണെന്ന്? ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതൽ. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ഖരവസ്തുക്കളിലാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ഖരവസ്തുക്കളിലാണ്. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണെന്ന്? പ്രതലബലം. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? പ്രതലബലമാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണ് എങ്കിൽ അതിൻ്റെ പ്രതിപതന കോൺ എത്ര ഡിഗ്രിയാണെന്ന്? 60 ഡിഗ്രി. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആയാലും അതിൻ്റെ പ്രതിപതന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി ആണ്. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന്? ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്ത് വിളിക്കുന്നു? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു. വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നതിനെ കണ്ടെത്തുക. ബാക്ടീരിയ. വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന എന്താണ്? ബാക്ടീരിയ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ബംഗാൾ കടുവകൾ എന്നല്ലേ പറയുന്നത്? അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം ഏത്? വാഹനങ്ങളിൽ നിന്നുള്ള പുക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. വെണ്ടയുടെ ഇനം അനാമിക. വെണ്ടയുടെ ഇനം ഏതാണ്? അനാമികയാണ്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന പ്ലാസ്മയിൽ കാണപ്പെടുന്നു. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അന്ധരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വൈക്കെയിൻ ടോക്കിംഗ് വാച്ച് എന്നിവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. കെയിൻ ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് മുടന്തരാണ്. അപ്പം ഇത് തെറ്റാണ്. ട്രാക്റ്റിൽ വാച്ച് ബ്രെയിൻ ലിവി എന്ന് ഉപയോഗിക്കുന്ന ബധിരരാണ്. അതും തെറ്റാണ്. ട്രാക്റ്റിൽ വാച്ച് ബ്രെയിൻ ലിവി എന്നിവ ഉപയോഗിക്കുന്ന അന്ധരാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? വൈക്കെയിൻ ടോക്കിംഗ് വാച്ച് എന്നിവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ട്രാക്റ്റിൽ വാച്ച് ബ്രെയിൻ ലിവി എന്നിവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. അപ്പോൾ അന്ധരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ്? വൈക്കെയിൻ ടോക്കിംഗ് വാച്ച്, ട്രാക്റ്റിൽ വാച്ച്, ബ്രെയിൻ ലിവി എന്നിവയാണ്.
മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിൽ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? 24. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? 24 ചുവടെ തന്നിരിക്കുന്നവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? കോഴഞ്ചേരി പ്രസംഗം. സി കേശവനുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? കോഴഞ്ചേരി പ്രസംഗമാണ്. മുതുകുളം പ്രസംഗവും മന്നവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കുന്ന കൃതി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? നാടകത്തിലാണ് പെടുന്നത്. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആര്? കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ പറയും. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവനാണ്. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ചുവടെ തന്നിട്ടുള്ള ചട്ടമ്പിസ്വാമി രചിച്ച ഗ്രന്ഥം ഏത്? പ്രാചീന മലയാളം. ചട്ടമ്പിസ്വാമി രചിച്ച ഗ്രന്ഥം ഏതാണ്? പ്രാചീന മലയാളം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരെന്ന്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചതാര്? ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദനായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു എന്ന്? സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ ആയിരുന്നു. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഏത്? 1949. തിരുക്കൊച്ചി സംയോജനം നടന്നതെന്നാണ്? 1949 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം എന്തായിരുന്നു? കീഴരിയൂർ ബോംബ് കേസായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസായിരുന്നു. എൻ്റെ കുംബ്ലിംഗ് എന്ന പുസ്തകം എഴുതിയതായിരുന്നു? പ്രൊഫസർ കെ വി തോമസ്. എൻ്റെ കുംബ്ലിംഗ് പ്രൊഫസർ കെ വി തോമസ്. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? തൃശ്ശൂർ. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരിലാണ്. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? 4. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം കാണപ്പെടുന്ന ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരമാരാണ്? KM ബീനാമോൾ. ചുവടെ തന്നിട്ടുള്ളവയിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച കായിക താരമാരാണ്? KM ബീനാമോൾ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണെന്ന്? ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം. ചുവടെ തന്നിട്ടുള്ളത് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതെന്ന്? കബനി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സോവിയറ്റ് യൂണിയൻ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം? മറാത്ത. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? മറാത്ത. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു എന്ന്? രാജ്മഹൽ കുന്നുകൾ. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതാണ്? രാജ്മഹൽ കുന്നുകളാണ്. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ. 1857 കലാപത്തിന് നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിലാണ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ ആരാണ്? കഴ്സൺ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ് എന്നായിരുന്നു. INAയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ് എന്നായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നാണ്? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ചേർന്നാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ് ഉള്ളത്. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം 1989 നവംബർ 20. അപ്പം ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും
സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1989 നവംബർ 20-നാണ്. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യസമര കാലത്താണ് ഉയർന്നു വന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യസമര കാലത്ത്. എന്താണ്? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യസമര കാലത്ത് ഉയർന്നു വന്നതായിരുന്നു? അമേരിക്ക. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണെന്ന്? 8. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണ്? 8 താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി? ജസ്റ്റിസ് ഗോപാല ഭല്ലവ് പട്നായക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ജസ്റ്റിസ് ഗോപാല ഭല്ലവ് പട്നായക്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? 293. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണെന്ന്? 28(1) ഏതാണ്? 28(1). ചോദ്യം നോക്കിക്കേ. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതപരമായ ബോധനം നടത്തുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 28(1). അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ നീളം എന്തെന്ന്? 450 × 300 ആണ്. എത്രയാണ്? ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450 × 300 ആണ്. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? വില്യം മൂന്നാമനാണ്. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? വില്യം മൂന്നാമനാണ്. താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ലഡാക്ക്, സസ്കർ. ഏതൊക്കെയാണ്? ലഡാക്കും സസ്കറുമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത ഏതൊക്കെയാണ്? ലഡാക്ക്, സസ്കർ എന്നിവയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതെന്ന്? ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. ഇന്ത്യയുടെ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഇന്ത്യയുടെ ശരത്കാലം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നഗരം. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നഗരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം UP ആണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? UP ആണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതാണ്? മലവെള്ളപ്പാച്ചിലാണ്. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ് അറ്റ്ലസ്, പശ്ചിമഘട്ടം എന്നിവ. താഴെ തന്നിരിക്കുന്നതിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ബസാൾട്ട് ആണ്. അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്ത ഏതാണ്? ബസാൾട്ട് ആണ്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏവ? അലൂമിനിയം, സിലിക്ക എന്നിവയാണ്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? അലൂമിനിയം, സിലിക്ക എന്നിവയാണ്. സിയാൽ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2002. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണെന്ന്? 2002. ലോകത്തിലാദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ലോകത്തെ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം ഏതാണെന്ന്? ജഡായു ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ചടയമംഗലത്ത് കാണപ്പെടുന്ന ജഡായു ആണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. ഫാരൻഹീറ്റിലെ താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 212 ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലോ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ജലം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത എന്തിനാണ്? ജലത്തിനാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് എന്തിനാണെന്ന്? ഗുരുത്വ ബലത്തിലാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് എന്തിനാണ്? ഗുരുത്വ ബലത്തിലാണ്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം
3. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്ന്? മോസ്ലി. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലി. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ്. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നീ തെങ്ങുകളുടെ സങ്കര ഇനമാണ്. പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനമേത്? ഹരിത. പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനമാണ് ഹരിത. ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏത്? ഉരുളൻകിഴങ്ങ്. ഉരുളൻകിഴങ്ങ് ഒരു ഭൂകാണ്ഡമാണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? ജീവകം ഡി. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24 അസ്ഥികൾ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഇൻസുലിൻ ആണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണെന്ന്? വക്കം അബ്ദുൾ ഖാദറാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ INA-യിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷ ദൈവസഭ ആരാണ് സ്ഥാപിച്ചത്? പൊയ്കയിൽ കുമാരഗുരു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം ആരാണ് സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദൻ. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? OM നമ്പ്യാർ. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാറാണ്. PT ഉഷയുടെ കോച്ചായിരുന്നു OM നമ്പ്യാർ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കൊടങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കൊടങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അട്ടപ്പാടി. നീരൊഴുക്ക് വീണ്ടെടുത്ത നദിയാണ് കൊടങ്ങരപ്പള്ളം പുഴ എന്ന് പറയുന്നത്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിന്റെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂഭാഗമാണ്? തീരപ്രദേശം. പ്രാചീന തമിഴകത്തിന്റെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂഭാഗമാണ്? തീരപ്രദേശമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. പാമ്പാർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? പാമ്പാർ. പാമ്പാർ, കബനി, ഭവാനി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന്? പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിളോ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ് ആയിരുന്നു. ഉദ്ധം സിംഗ് ആയിരുന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത് മൈക്കിളോ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു ഉദ്ധം സിംഗ്. വിധിയുമായ ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു വിധിയുമായ ഒരു കൂടിക്കാഴ്ച എന്നത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻവാലാബാഗിൽ പ്രതിഷേധ സമരത്തിൽ ഒത്തുചേർന്നത്? റൗലറ്റ് നിയമം. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻവാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് നിയമം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാരെന്ന്? BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാരാണ്? BR അംബേദ്കർ ആണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണെന്ന്? റാണി ഗേഡിലുവിനെയാണ്
നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമര നായക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫലിയെ. ക്വിറ്റ് ഇന്ത്യ സമര നായക അരുണ ആസിഫലി വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6-നാണ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6-നാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണെന്ന്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗാലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗാലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരനാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? 2005-ലാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏതിലാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന്? 42. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ഘടനകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ സഭയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയുടെ പൈതൃക മൃഗം ഏത്? ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന്? ഗുജറാത്ത്. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിതമായത്? മുംബൈയിലാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. നോക്കിക്കേ. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. ശരിയാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. കറുത്ത മണ്ണിനെ റിഗർ എന്നാണ് വിളിക്കുന്നത്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്. അത് തെറ്റാണ്. എക്കൽ മണ്ണിന് ഫലഭൂഷ്ടി കുറവാണ്. അതും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഖാദർ എന്നും കറുത്ത മണ്ണിനെ റിഗർ എന്നും വിളിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന്? കാവേരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? നാഗ്പൂർ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂർ. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന്? പശ്ചിമ ബംഗാൾ. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? വിഴിഞ്ഞം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? വിഴിഞ്ഞം. ഹിമാലയ പർവ്വതത്തിൽ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിവാലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ശരിയാണ്. എന്താണ് നേറ്റോ രൂപം കൊണ്ടത് എന്നാണ്? 1949 ഏപ്രിൽ 4-ന് തന്നെയാണ് നേറ്റോ രൂപം കൊണ്ടത്. അടുത്തത് നോക്കിക്കേ. ബ്രസൽസ് ആണ് നേറ്റോയുടെ ആസ്ഥാനം. അതും ശരിയാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പം നേറ്റോയുടെ ലക്ഷ്യം എന്തായിരുന്നു? അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതായിരുന്നു. അപ്പം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നേറ്റോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന അല്ലെങ്കിൽ നേറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നേറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാന ലോകായുക്ത ആരെന്ന്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21-നാണ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി
21 മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്ന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. 2024 ഒളിമ്പിക്സിന്റെ വേദി ഏതായിരുന്നു? പാരീസ് ആയിരുന്നു. 2024 ഒളിമ്പിക്സിന്റെ വേദി ഏതായിരുന്നു? പാരീസ് ആയിരുന്നു. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്തിൻ്റെതാണെന്ന്? ചെങ്കോട്ടയുടേതാണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 നോട്ടിലെ ചിത്രം എന്താണ്? ചെങ്കോട്ടയാണ്. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണെന്ന്? 5+3+3+4 എന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടനയായിട്ട് വന്നിട്ടുള്ളത്. ഏതാണ്? 5+3+3+4. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണം എന്താണെന്ന്? ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണ്. ആണോ? അല്ല. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണ്. കാരണം ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുക്കളെ താഴേക്ക് ആകർഷിക്കുന്നതാണ്. അപ്പം അത് തെറ്റാണ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണ്. അത് ശരിയാണ്. ഒരു വസ്തു ചെയ്യുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരി. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണം ബലം ചെയ്യുന്ന പ്രവൃത്തി, ഇത് രണ്ടും എന്താണ്? നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പം 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ നമ്മൾ അൾട്രാസോണിക് എന്നുമാണ് പറയുന്നത്. ഇതിൻ്റെ പ്രസ്താവനകൾ നോക്കിക്കേ. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ്? ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് അത് അറിയാൻ കഴിയില്ല, പക്ഷേ മൃഗങ്ങൾക്ക് അറിയാൻ കഴിയും. വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കുവാനും സാധിക്കും. അതും ശരിയാണ്. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. തെറ്റാണ്. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം എന്നത്. ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയെന്നാണ് ചോദ്യം. 15 സെൻറ്റിമീറ്റർ /2 എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാരം 30 സെൻറ്റിമീറ്റർ ആണ്. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു എന്നതാണ് ചോദ്യം. രാസവള നിർമ്മാണം, മഷിയുടെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം, ഭക്ഷണത്തിൻ്റെ ദഹനം, ഇത് 4മാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പാഴ്ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഏതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പാഴ്ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, മഷിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ല. അടുത്ത ചോദ്യം നോക്കിക്കേ. സിങ്ക് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏത്? ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക് എന്നിവയാണ്. ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക് എന്നിവയാണ്. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണെന്ന്? മഗ്നീഷ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതിൽ ശരിയായത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ശരിയാണോ? അല്ല. കാർബൺ മോണോക്സൈഡ് ആണ് എന്താണ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡ് ആണ്. അടുത്തതോ, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതും ശരിയാണ്. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡയറിയ, ടൈഫോയിഡ്, എയ്ഡ്സ്, കോളറ. ഇത് ഇത്രയുമാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ? ഡയറിയയും ടൈഫോയിഡും മലിനമായ കുടിവെള്ളത്തിലൂടെ പകരുന്നുണ്ട്. കോളറയും പകരുന്നുണ്ട്. എയ്ഡ്സ് മലിനമായ കുടിവെള്ളത്തിലൂടെ പകരുന്നതല്ല. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നെല്ലിനങ്ങൾ ഏതെല്ലാം? പവിത്ര, ജ്വാലാമുഖി, അന്നപൂർണ, ജ്യോതിക. ഏതൊക്കെയാണ് നെല്ലിനങ്ങൾ? പവിത്രയും ജ്യോതികയുമാണ്. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കാൻ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണം കാസർഗോഡ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട്, കേന്ദ്ര തോട്ടവിള ഗവേഷണം ശ്രീകാര്യം തിരുവനന്തപുരം, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ. ഏതൊക്കെയാണ് ശരി? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടാണ്. ശരിയാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ,
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യമാണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ശ്രീകാര്യമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനം ആവശ്യമായ ജീവകം ഏതെന്ന്? വൈറ്റമിൻ എ ആണ്. കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? വൈറ്റമിൻ എ ആണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ആർദ്രമാണ്. രാജകീയ രോഗമെന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഹീമോഫീലിയ. ഹീമോഫീലിയാണ് രാജകീയ രോഗമെന്ന പേരിലും അറിയപ്പെടുന്നത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഏതൊക്കെയാണെന്ന്? കുഞ്ഞമ്പു നായരും ചിരുക്കണ്ടനും KCS മണിയുമാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. ഇതിൽ ഏതൊക്കെയാണ്? കുഞ്ഞമ്പു നായരും ചിരുക്കണ്ടനുമാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. ശരിയാണ്. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. അതാണ് പിന്നീട് NSS എന്നറിയപ്പെട്ടത്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. അതും ശരിയാണ്. സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയല്ല, VTയുടെ ആത്മകഥയാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാരൂരിൽ ജനിച്ചു. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. അത് ശരിയാണ്. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണോ? അല്ല, അത് തെറ്റാണ്. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അത് ശരിയാണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അടുത്ത ചോദ്യം നോക്കിക്കേ. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് ചോദ്യം. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ. ശരിയാണോ? അല്ല. തൈക്കാടയ്യ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമി ബാലകൃഷ്ണ മേനോൻ. അപ്പം 2ഉം 3ഉം ശരിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ തെറ്റാണ്. തൈക്കാടയ്യ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഡോക്ടർ പൽപ്പു, TK മാധവൻ, KP കേശവ മേനോൻ. ഇതിൽ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? TK മാധവനും KP കേശവ മേനോനുമാണ്. ഡോക്ടർ പൽപ്പു ഇല്ല. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് അടുത്ത ചോദ്യം. ഋതുമതി പ്രേംജി. ശരിയാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? പ്രേംജിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അതും ശരിയാണ്. പാട്ടബാക്കി KPR ഗോപാലൻ. അത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഋതുമതി പ്രേംജി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വൈകുണ്ഠസ്വാമികൾ, അകലത്തിരിട്ട്, വാഗ്ഭടാനന്ദൻ, വിവേകാനന്ദ സന്ദേശം, ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ആത്മാനുതാപം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? വൈകുണ്ഠസ്വാമികൾ, അഖിലത്തിരിട്ട് ശരിയാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ആത്മാനുതാപം ഇതും ശരിയാണ്. കേരള സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവയെ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്താനെന്നാണ് അടുത്ത ചോദ്യം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി. ശരിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ തെറ്റാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഡോക്ടർ EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് അടുത്ത ചോദ്യം. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം. ശരിയാണ്. VR കൃഷ്ണയ്യർ വ്യവസായം. എന്തായിരുന്നു? നിയമമായിരുന്നു. VR കൃഷ്ണയ്യർ എന്തായിരുന്നു? നിയമം ആയിരുന്നു.
ഡോക്ടർ AR മേനോൻ ആരോഗ്യം. അപ്പോൾ ഏതൊക്കെയാണ്? PK ചാത്ത മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, VR കൃഷ്ണയ്യ നിയമം, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളോ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാവുന്ന: പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം, പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ഇപ്പം ഇതിലേതാണ് ശരി? പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂരാണ്, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരമാണ്. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടകമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഗോവയിലൂടെയും കർണാടകത്തിലൂടെയും പശ്ചിമഘട്ടം കടന്നുപോകുന്നുണ്ട്. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് തന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സംഘടനയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനയാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. അതും ശരിയാണ്. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ADS അല്ല, അത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരം? സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് എന്നാണ് നടത്തേണ്ടത്? 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്താനാണ് ചോദ്യം. പമ്പ, പുളിച്ചിമല, ചാലക്കുടിപ്പുഴ, ആനമല, അച്ചൻകോവിലാറ്, പമ്പാ നദി. എന്താണ്? ഉത്ഭവസ്ഥാനം അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്താനാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ? പമ്പ പുളിച്ചിമലയാണ്, ചാലക്കുടിപ്പുഴ ആനമലയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതാനാണ് ചോദ്യം. വിശ്വദർശനം G. ശങ്കരക്കുറുപ്പ് ശരിയാണ്. അവൽപ്പുതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തെറ്റാണ്. മുത്തശ്ശി N. ബാലാമണി. അപ്പം ഏതൊക്കെയാണ് ശരി? വിശ്വദർശനം G. ശങ്കരക്കുറുപ്പ്, മുത്തശ്ശി N. ബാലാമണി അമ്മ. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തുഞ്ചൻ സ്മാരകം തിരൂരാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം, അതും ശരിയാണ്. വള്ളത്തോൾ മ്യൂസിയം കൊല്ലം, അത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളും അവയുമായി ബന്ധപ്പെട്ട നദികളും പട്ടികയിൽ ശരിയായത് ഏതെന്നാണ് അടുത്ത ചോദ്യം. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടിപ്പുഴ തെറ്റാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദി, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദി. അപ്പോൾ ഏതൊക്കെയാണ്? ശബരിഗിരി പമ്പാ നദിയിലും കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലുമാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അടുത്ത ചോദ്യം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് എവിടെയാണ്? കോട്ടയമാണ്. HMD ലിമിറ്റഡ് എറണാകുളം. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് തിരുവനന്തപുരം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം, HMD ലിമിറ്റഡ് എറണാകുളം. അടുത്ത ചോദ്യം നോക്കിക്കേ. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് ചോദ്യം. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം നടത്തുന്ന തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം, അത് ശരിയാണ്. ഇപ്പോഴും പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം ഏതാണ്? മുംബൈ സമാചാറാണ്, അതും ശരിയാണ്. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്, ശരിയാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർസോന ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്, ശരിയാണ്. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം പാടിത്തീരുക, തെറ്റാണ്. എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആരൊക്കെയാണ്? VP മേനോനും സർദാർ പട്ടേലുമാണ്. JB കൃപാലിനി ഇല്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരൊക്കെയാണ്? VP മേനോനും സർദാർ പട്ടേലും ചേർന്നിട്ടാണ്. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ടിട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആധുനിക
ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഡൽഹൌസി പ്രഭുവിനെയാണ്. സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഏതൊക്കെയാണ് ശരി? മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവിനെയാണ്. സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ആരാണ്? വില്യം ബെന്റിക്കാണ്. താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സേവാസമിതി MN ജോഷി, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഇതിൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ബ്രഹ്മസമാജമാണെങ്കിൽ രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി. ആണോ? തെറ്റാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ്. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലി ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ. ഡൽഹി ബീഗം ഹസ്രത്ത് മഹൽ, ഝാൻസി റാണി ലക്ഷ്മി ദേവി, കാൺപൂർ നാനാ സാഹിബ്. ഇതിൽ ഝാൻസി റാണി ലക്ഷ്മി ഭായി ആണ്, കാൺപൂർ നാനാ സാഹിബുമാണ്. പക്ഷേ ഡൽഹി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡാണ്. ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഇത്. അപ്പം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്തായിരുന്നു? റൗലറ്റ് ആക്ട് ആയിരുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു. ഇത് തെറ്റാണ്. കൂട്ടക്കൊലയെ കുറിച്ച് നിർമ്മിക്കാനല്ല സൈമൺ കമ്മീഷനെ നിയമിച്ചത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. അതും ശരിയാണ്. അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് ജാലിയൻവാലാബാഗ് ഇത് നടന്നത്. കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. ശരിയാണ്. ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ്. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. എന്നാണ് പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്നാണ്? ജനുവരി 9 ആണ്. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തി. അത് ശരിയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. അത് തെറ്റാണ്. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത്? മഹാരാഷ്ട്ര. ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നു. ശരിയല്ലേ? ശരിയാണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ചെയർമാനെയും കമ്മീഷനെയും പ്രധാനമന്ത്രി നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണോ? അല്ല. നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. അതും തെറ്റാണ്. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിച്ചതെന്നും? ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. ബച്പൻ ബചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് കൈലാസ് സത്യാർത്ഥി. ബച്പൻ ബചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കൈലാസ് സത്യാർത്ഥിയാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. മലാല യൂസഫ് സായിക്കും ആ വർഷം തന്നെയാണ് കിട്ടിയത്. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റ് എത്ര വിവരാവകാശ കമ്മീഷന്മാരെ കൂടി നിയമിക്കാൻ കഴിയുമെന്ന്? 10 പേരെ കൂടി. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര പേരെ കൂടിയാണ് നിയമിക്കാൻ കഴിയുന്നത്? 10 പേരെ കൂടി. അങ്ങനെ ടോട്ടൽ 11. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതിലാണ്? അനുച്ഛേദം 21A എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ചുവടെ തന്നിരിക്കുന്നവയിൽ
ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? സിന്ധു, മഹാനദി, നർമ്മദ, പെരിയാർ, ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏതൊക്കെയാണ്? സിന്ധു, നർമ്മദ, പെരിയാർ എന്നിവയാണ്. ഏതൊക്കെയാണ്? സിന്ധു, നർമ്മദ, പെരിയാർ എന്നിവയാണ് അറബിക്കടലിൽ പതിക്കുന്നവ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത്. തഞ്ചാവൂർ ഏത് നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി നദിയുടെ തീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കാവേരി നദിയുടെ തീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്താൻ. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വിള റാബിയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഗോതമ്പ്. അപ്പം ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ഇതിൻ്റെ കൃഷിക്ക് ആവശ്യമാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് ഹിമാലയം. അത് തെറ്റാണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതെന്ന്? ഏതാണ്? ഇലപൊഴിയും കാടുകളാണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഇലപൊഴിയും കാടുകളാണ്. ദേശീയ ജലപാത 1 നാഷണൽ വാട്ടർ ഹൈവേ 1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഹാൽഡിയ, അലഹബാദ്. ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ്? ഹാൽഡിയ, അലഹബാദ് ഇവയെ തമ്മിലാണ് NW1 ബന്ധിപ്പിക്കുന്നത്. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഉഷ്ണകാലം. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ എന്നാണ് അനുഭവപ്പെടുന്നത്? ഉഷ്ണകാലത്താണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാസ് വൈറസ് സ്ഥിരീകരിച്ചത് എവിടെയായിരുന്നു? തൃശ്ശൂരിലാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ചത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആയിരുന്നു? PJ ജോസഫ്. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാരായിരുന്നു? PJ ജോസഫ് ആയിരുന്നു. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ടാണ്, ചെറുധാന്യങ്ങളുടെ വർഷം. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? വിജയരാജ സിന്ധ്യ. ആരുടെയാണ്? വിജയരാജ സിന്ധ്യയുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രമേതെന്ന്? ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റിസറക്ഷൻ എന്നതാണ്. ഏതാണ്? ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റിസറക്ഷൻ എന്നാണ് 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, ജോലിയിൽ നിന്ന് ഇടവേള എടുത്ത വനിതകളിൽ തൊഴിൽ മേഖലകളിലേക്ക് തിരികെ എത്തിക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക, ടൂറിസം മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് യാതൊരു ഈടും ഇല്ലാതെ 10,000 രൂപ വായ്പ നൽകുക. അപ്പം ഏതൊക്കെയാണ് സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. പിന്നൊന്നേതാണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് യാതൊരു ഈടുമില്ലാതെ 10,000 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക. ഏതൊക്കെയാണ്? സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതെന്ന്? ഏതാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ മാത്രമാണ് സാഗർ പരികർമ്മ എന്ന പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത്. ബാക്കി ഏതൊക്കെയാണ്? ആസാദി കാ അമൃത് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യമെന്നതാണ്, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, ഇതെല്ലാം സാഗർ പരികർമ്മ എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവേവ് ലെൻസ്, 3 കോൺവെക്സ് ലെൻസ് എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ദോലന ചലനമല്ല. ദോലനത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്?
ഊഞ്ഞാലിൻ്റെ ചലനവും അതേപോലെ തന്നെ പെൻഡുലത്തിൻ്റെ ചലനവുമൊക്കെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതെന്ന്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി എന്താണ്? വികിരണമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന്? ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്. ശരിയാണോ? ശരിയല്ല. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്. ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലിയേവ് ആണ്. അത് തെറ്റാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. തെറ്റാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അവരോഹണ ക്രമത്തിൽ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്ര എന്നാണ് ചോദ്യം. -3. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? -3 ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ബിത്തിയോനൽ ആൻറ്റിസെപ്റ്റിക് ആണ്. സ്വെക്കനാൽ ആൻറ്റിസെപ്റ്റിക് ആണ്. ഫിനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? ബിത്തിയോനൽ ആൻറ്റിസെപ്റ്റിക് ആണ്. ഫിനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഫിനോൾ ഡിസിൻഫെക്റ്റൻറ്റുമാണ്. ബിത്തിനോൾ ആൻറ്റിസെപ്റ്റിക്കും ആണ്. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏത്? ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ്? ബോക്സൈറ്റ് ആണ്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ ആണ്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സ്ഥാപനം ആരംഭിച്ചതായിരുന്നു അനിൽ അഗർവാൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ എന്ത് വിളയുടെ സങ്കരയിനമാണെന്ന്? വെണ്ടയുടെ. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ വെണ്ടയുടെ സങ്കരയിനമാണ്. ജീവകം സിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറ. കോളറ എന്താണ്? ഈച്ച മുഖേനയും മലിനജലം മുഖേനയും ഒക്കെ പകരുന്ന ഒരു രോഗമാണ്. പൂർണ്ണ ശയ്യാലംബരായ പരിചരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരള ആരോഗ്യ പദ്ധതിയാണ് ആശ്വാസ കിരൺ. പൂർണ്ണ ശയ്യാലംബരായ അവരെ പരിചരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യ മിഷൻ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ആശ്വാസ കിരണാണ്. ഹൃദയമിടിപ്പ് അളക്കാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഇത് നിർമ്മിച്ചതാരാണ്? റെനെ ലെനക്കാണ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചതാരാണ്? റെനെ ലെനക്കാണ്. വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം 24. PR ശ്രീജേഷ് താഴെ പറയുന്ന ഏത് കായികനവുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. PR ശ്രീജേഷിന്റെ കായിക മേഖല ഏതാണ്? ഹോക്കിയാണ്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. യവനപ്രിയ എന്നത് എന്തിനം സുഗന്ധദ്രവ്യമാണ്? കുരുമുളകാണ്. യവനപ്രിയ ഒരു കുരുമുളകിനമാണ്. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പേരമ്പാടി ചുരമാണ്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ്. ആദ്യത്തെ റെയിൽവേ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 മാർച്ച് 12. ആദ്യത്തെ റെയിൽവേ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? 1861 മാർച്ച് 12 കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതും തിരഞ്ഞെടുക്കാൻ. ഭാരതപ്പുഴ, പാമ്പാർ, ഭവാനി, പെരിയാർ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ? പാമ്പാറും ഭവാനിയാണ്. ഒരെണ്ണം കൂടിയുണ്ട്. ഏതാണ്? കബനി. പാമ്പാർ, ഭവാനി എന്നിവയാണ്. പാമ്പാർ, ഭവാനി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്.
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന കൃതി ആരുടേതാണെന്ന് VT ഭട്ടതിരിപ്പാടിൻ്റേതാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന എന്നാണ് 1946 താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയ സത്യാഗ്രഹം. ക്രമത്തിലാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആദ്യം വൈക്കം സത്യാഗ്രഹം, പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം, അതിനുശേഷം പാലിയം സത്യാഗ്രഹം. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് അടുത്ത ചോദ്യം. ആരാണ്? സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി, 1919 ഏപ്രിൽ 13 നടന്ന സംഭവം, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കളായിരുന്നു. ചുവടെ തന്നിരിക്കുന്നത് മലബാർ കലാപവുമായി ഇല്ലാത്തത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായിട്ടല്ലായിരുന്നു മലബാർ കലാപം, അതിൻ്റെ ഭാഗമായിട്ടല്ലായിരുന്നു മലബാർ കലാപം. അടുത്ത നോക്കിയേ, വാഗൺ ട്രാജഡിയുടെ ഭാഗമായിട്ട് നടന്നതാണ് മലബാർ കലാപം. 1919 ഏപ്രിൽ 13 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കളായിരുന്നു. അപ്പോൾ നോക്കിക്കേ, 1919 ഏപ്രിൽ 13 നടന്ന എന്തായിരുന്നു? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയായിരുന്നു. അപ്പം മലബാർ കലാപവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ബന്ധമില്ല. 1919 നടന്ന സംഭവം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയായിരുന്നു. അതിനും മലബാർ കലാപവുമായി ബന്ധമില്ല. വാഗൺ ട്രാജഡിയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത്. ആരൊക്കെയായിരുന്നു നേതാക്കൾ? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സീതിക്കോയ തങ്ങളുമായിരുന്നു നേതാക്കന്മാരായിട്ടുള്ളത്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായിരുന്ന ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂരാണ്. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തിയിൽ ജനിച്ചത് ശ്രീനാരായണ ഗുരു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി രക്തസാക്ഷിയായത്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണെന്ന്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതായിരുന്നു? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങളായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ ആരൊക്കെയാണ്? ആനി ബസന്റ്, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത് ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ്. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം. അപ്പോൾ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നായിരുന്നു? 1928. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ആണോ? തെറ്റാണ്. ആരായിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇത് ശരിയാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലല്ല. അപ്പം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതും ഇതിലാണ്. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലല്ല. സാരെ ജഹാംസെ അച്ഛ എന്ന കൃതി രചിച്ചതായിരുന്നു? മുഹമ്മദ് ഇക്ബാലാണ് സാരെ ജഹാംസെ എന്ന കൃതി രചിച്ചത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രസ്താവന ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ച എന്നാണെന്ന്? 26 ജനുവരി 1950 ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചതെന്നാണ്. 1950 ജനുവരി
6-നാണ്. ശരിയായ ജോഡി ഏത്? MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, സ്വത്തവകാശ നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ, മൗലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ഇതിലേതൊക്കെയാണ് ശരിയായ ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്. ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. സ്വത്തവകാശ നിയമപരമായ അവകാശമാണ്. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ ളെപ്പറ്റി പറയുന്നതാണ്. ഇതെല്ലാം ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാമെന്നാണ് ചോദ്യം. സുഷമ സിംഗും ദീപക് സന്ധുവുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരൊക്കെയാണ്? സുഷമ സിംഗും ദീപക് സന്ധുവുമാണ്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെന്നാണ് ചോദ്യം. ഏതാണ് ശരിയല്ലാത്തവ ഏതെന്നാണ് ചോദ്യം. നോക്കിക്കേ, ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. ഇത് ശരിയാണോ? ശരിയല്ല. ആദ്യമായി ആലപിച്ചത് സരള ദേവി ചൗധ റാണിയാണ്. ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച ആരാണ്? സരളാദേവി ചൗധ റാണിയാണ്. ശരിയാണ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. തെറ്റാണ്. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അതും തെറ്റാണ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? തിരശ്ചീനമായ മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. ശരിയാണ്. മുകളിലറ്റം കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ചയാണ്. 2002 ഇന്ത്യയിലെ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ട്. അതും ശരിയാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൻ്റെ ഏറ്റവും ഉയർന്ന അളവ് 3000 മില്ലിമീറ്ററിൽ 3600 × 2400 ആണ്. അത് തെറ്റാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അപ്പം ദേശീയ പതാക നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്ന ആരാണ്? ഖാദി വികസന നിർമ്മാണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ്. തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറവും, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന രൂപം കൊണ്ടത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത്. ശരിയാണ്. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അതും ശരിയാണ്. അപ്പം രണ്ടാമത്തെ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കേ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി. ശരിയാണോ? അല്ല. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ല മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി. ഇതൊക്കെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? തുല്യമായ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം എന്നുള്ളത് മൗലികമായ കടമയല്ല. അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും ഉറപ്പുവരുത്തുക എന്നുള്ളതും മൗലികമായ കടമയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് മൗലിക കടമകളാണ്. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക എന്നുള്ളതും മൗലിക കടമകളാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഏത് ഭാഗത്തിലാണ്? ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നതാണ്. തെറ്റാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഏത് മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്.
ന്യായവാദത്തിന് അർഹമായതാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കി. അപ്പം ഇത് മാത്രം തെറ്റാണ്. ഏതൊക്കെയാണ്? ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യായവാദത്തിന് അർഹമായതാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കി. എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണെന്ന്? റോഹ, മംഗലാപുരം. കൊങ്കൺ റെയിൽവേ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? റോഹ, മംഗലാപുരം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ദിഗ്ബോയ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണെന്ന്? ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാറിയയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടക. വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ്, ഹാൽഡിയ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്കാണ്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണെന്ന്? ദ്രാസ്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ് ആണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണെന്ന്? മരക്കാർ, അറബിക്കടലിന്റെ സിംഹം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതായിരുന്നു? മരക്കാർ, അറബിക്കടലിന്റെ സിംഹം. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ എന്നുള്ളത്. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ളയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം? മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂറാണ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ശരിയാണല്ലോ. ഏതൊക്കെയാണ്? രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. എറിത്രോസൈറ്റ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. തെറ്റാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. ശരിയാണ്. ഹീമോഗ്ലോബിന് അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അതും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം. അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് സംഭവിക്കുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? മണ്ണെണ്ണ, പെട്രോളിയം, കൽക്കരി ഇവയൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? സംവഹനമാണ്. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ലന്തനോയിഡുകളാണ്. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ലന്തനോയിഡുകളാണ്. അപദ്രവ്യങ്ങൾ ഐരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. അപദ്രവ്യങ്ങൾക്ക് ഐരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന സാന്ദ്രണ മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നത്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1984 ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട എന്നാണ്? 1984 ഉദ്ഘാടനം ചെയ്തതോ? രാജീവ് ഗാന്ധിയാണ്. 85 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPRI സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന്? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രബർത്തി. ആരാണ് സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരാണ്? ആനന്ദ് മോഹൻ ചക്രബർത്തിയാണ്. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിനാണ്. താഴെ കൊടുത്തിരിക്കുന്ന നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏത്? പവിത്ര, അനാമിക, ഹ്രസ്വ, അർക്ക എന്നിവയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ അനാമികയും അർക്കയും നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ല.
രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലാസ്മ എന്ന പേരിലാണ് രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത്. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ സി. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ സി. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? കോമ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അതിക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, എലിപ്പനി എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയവും ചിക്കൻ ബോക്സുമാണ്. ഏതൊക്കെയാണ്? ചിക്കൻ ബോക്സും ക്ഷയവുമാണ്. എലിപ്പനിയും ടൈഫോയിഡും ഒക്കെ മലിനജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങളാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി എവിടെയാണെന്ന്? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയെ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചത് അയ്യങ്കാളി. വടക്കുകിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. വടക്കുകിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി എന്ന സ്വാതന്ത്ര്യസമര ഗാനത്തിന്റെ രചയിതാവാണ് ആരാണ്? അംശി നാരായണപിള്ളയാണ്. വരിക വരിക സഹചര്യ എഴുതിയത് ആരാണ്? അംശി നാരായണപിള്ളയാണ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം എവിടെയാണെന്ന്? മീററ്റാണ്. 1857 മെയ് 10 എന്നാണ്. 1857 മെയ് 10 മീററ്റിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലിയാണ്. കേരളത്തിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണെന്ന്? 1957 കേരളത്തിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിർമ്മിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്യാണെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണെന്ന്? ലാഹോറിൽ വെച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്യാണെന്ന് പ്രഖ്യാപിച്ചത് ലാഹോറിൽ നടന്ന INC സമ്മേളനത്തിലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണെന്ന്? ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായി ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായി. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3 നാഷണൽ വാട്ടർ ഹൈവേ 3 കേരളത്തിലൂടെ പോകുന്ന ദേശീയ ജലപാത. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? വയനാട്ടിലൂടെ റെയിൽവേ പാത പോകുന്നില്ല. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. അപ്പം വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മുതൽ 75 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇടനാട് എന്നറിയപ്പെടുന്നു. അപ്പം 7.5 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളെ നമ്മൾ തീരപ്രദേശമെന്നും 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ളതിനെ ഇടനാടെന്നും 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ളവയെ എന്താണ്? മലനാട് എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ്? 7.5 മീറ്റർ വരെയുള്ളത് തീരപ്രദേശം, 7.5 മുതൽ 75 മീറ്റർ വരെ ഇടനാട്, 75 മീറ്ററിന് മുകളിൽ മലനാട്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികൾ ആരെഴുതിയതാണ്? ചട്ടമ്പി സ്വാമികൾ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പനെയാണ്. കേരള ഗാന്ധി K. കേളപ്പൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു ആണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതെന്ന്? തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച സാമ്പത്തിക വിദഗ്ധനാണെന്ന് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണ് എന്ന്
ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ചത്. പ്രത്യക്ഷ ദൈവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാരാണ്? കുമാര ഗുരുദേവനാണ്. 1907 ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിതയാരെന്ന് മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിതയാണ് മാഡം ഭിക്കാജി കാമ. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്, ഒരു വിദേശ രാജ്യത്ത് വെച്ചിട്ട്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 എന്നാണ്? 1947 ജൂലൈ 22 ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ്? ആന, കാള, സിംഹം, കുതിര എന്നിവയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന്? ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണോ? അല്ല. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠത്തിൽ നിന്നും എടുത്തതാണ്. ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി. രവീന്ദ്രനാഥ ടാഗോറാണ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണെന്ന്? ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതെന്ന്? റൂർക്കേല. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തതേത്? സംഭാർ തടാകം. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് സംഭാർ തടാകമാണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന്? ആനമുടി. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഖൈബർ ചുരം ഇന്ത്യയുടെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആരംഭിക്കുന്നത്? ഫെബ്രുവരി 28. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റ്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റ്. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണെന്ന്? മിഥാലി രാജ്. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജ്. ഏതാണ് അടിസ്ഥാന ജീവസംരക്ഷണ ഘടകം? പരിസ്ഥിതി. എന്താണ് അടിസ്ഥാന ജീവസംരക്ഷണ ഘടകം? പരിസ്ഥിതി. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരാണ് ലീലാതിലകം. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥം ഏതാണ്? ലീലാതിലകം. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത്? നീരാവി. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? നീരാവി. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണെന്ന്? 27.25 ദിവസമാണ്. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27.25 ദിവസം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം എന്ത് തരം ചലനമാണ്? വർത്തുള ചലനമാണ്. അപ്പം പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതെന്ന്? വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലം ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. അപ്പോൾ ചോദ്യം എന്താണ്? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. അപ്പോൾ ഒന്നാമത്തെ സവിശേഷതയാണ് വസ്തുവിന്റെ വലിപ്പം തന്നെയാണ് പ്രതിബിംബത്തിനും.
അടുത്തതേതാണ്? വസ്തുവിനും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബം തമ്മിലുള്ള അകലവും തുല്യമാണ്. ഏതൊക്കെയാണ്? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയാണ് വസ്തുവും വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബം തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഇനി ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതിന് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഏതാണ്? വികിരണം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് തരം താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണം. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം എന്താണെന്ന്? PVC പൈപ്പുകളൊക്കെ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ജലത്തിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. എന്താണ്? H2O ആണ് ജലത്തിൻ്റെ രാസസൂത്രം. അപ്പം ജലത്തിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക്. ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ, സിങ്ക്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. ആറ്റത്തിൽ കാണപ്പെടുന്ന കണികകളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ശരിയാണല്ലോ, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോണിന് ചാർജ് ഇല്ല. തെറ്റാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പം എന്താണ്? പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ന്യൂട്രോണിന് നെഗറ്റീവ് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്തത് ഏതാണ്? ന്യൂട്രോൺ ആണ്. അപ്പം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ്? ഏഴോം. കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് കുഡ്ലൂവിലാണ്. എവിടെയാണ്? കാസർഗോഡ് കുഡ്ലൂവിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിലോ തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ്. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തമാണ്. അതിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT ആണ്. കേരളത്തിലെ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂറോബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നോക്കിക്കേ, കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതെന്ന്? തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നത് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥ ഏതാണ്? ഗോയിറ്റർ ആണ്. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? ഹെപ്പറ്റൈറ്റിസ് ഒരു ബാക്ടീരിയ രോഗമല്ല. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതെന്ന്? മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. ശ്വാസകോശത്തെയാണെങ്കിലോ പ്ലൂറ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒരേ ഒരു മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒരേ ഒരു മലയാളി. പ്രത്യക്ഷ ദേവസഭ കുമാര ഗുരുദേവൻ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ് 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. അപ്പോൾ ആദ്യ സമ്മേളനം പാലക്കാട്, 1916, അധ്യക്ഷ ആനി ബസന്റ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമായ നോവൽ കേരള സിംഹം ഇത് രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. അപ്പോൾ കേരള സിംഹം എന്ന നോവൽ രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. പഴശ്ശിരാജയുടെ ജീവിതമാണ് അതിൻ്റെ ഇതിവൃത്തം. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ജാതിക്കുമ്മി ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ് ആണ്. സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് സവർണ ജാഥ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും. ഇത് ആരാണ് പറഞ്ഞത്? അയ്യങ്കാളിയാണ് പറഞ്ഞത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് ചോദ്യം. ഷൊർണൂർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ. ബ്രിട്ടീഷ് ഭരണത്തിനോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണെന്ന്? വൈകുണ്ഠസ്വാമികൾ. വെണ്ണീജ ഭരണമെന്ന് ബ്രിട്ടീഷ് ഭരണത്തെ പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്.
കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം എവിടെയാണെന്ന്? കഞ്ചിക്കോട് കാറ്റാടി പാലം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത പാലം ഏതാണ്? കഞ്ചിക്കോട് കാറ്റാടി പാലം ആണ്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന്? ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് അടുത്തൊരു പാർട്ടി നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്